അപ്പോൾ എഗ് ഫ്രീസിങ് ഇസ് ആക്ച്വലി ഇഫക്റ്റീവ് It's very effective. ഓക്കെ. അപ്പോൾ സപ്പോസ് ഒരാൾ എഗ് ഫ്രീസ് ചെയ്ത് വെച്ചു എന്ന് വെക്കൂ, അത് കഴിഞ്ഞ് ഒരു 10 years അല്ലെങ്കിൽ 5 yearsന് ശേഷം ആ എഗ്ഗ് വെച്ച് ഒരു ഓഫ് സ്പ്രിങ്ങിനെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നു, IVF ചെയ്യുന്നു. വാട്ട് ഇഫ് അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ എന്താ ചെയ്യുക? So usually what happens is എല്ലാ മാസം സ്ത്രീകൾക്ക് ഒരു എഗ്ഗാണ് വളരുന്നത്. സോ നമ്മൾ എഗ് ഫ്രീസിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ട് ഒരു എഗ്ഗ് വളരാതെ നമ്മൾ ഈ ഇഞ്ചെക്ഷൻസ് കൊടുക്കുമ്പോഴത്തേക്ക് രണ്ട് സൈഡിൽ 4 or 5 eggs വളരും കൂടുതൽ. അതിനാണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഇഞ്ചക്ഷൻസ് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ള ഹോർമോൺസിന് നമ്മൾ ഇഞ്ചക്ഷൻസ് ആയിട്ട് കൂടുതൽ ഡോസിൽ കൊടുക്കുകയാണ്. സോ നമുക്ക് ഒരു മേ ബി ചിലപ്പോൾ ഒരു 6 or 7 eggs കിട്ടും. സോ IVF ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ 100% സക്സസ് ഇല്ല. സോ IVF ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ 6 or 7 eggs ഉണ്ടാവുമല്ലോ. സോ നമുക്ക് മൾട്ടിപ്പിൾ ചാൻസസ് കിട്ടും. ചാൻസസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ദർ ആർ ഹൈ ചാൻസസ് എന്ന് പറയാം അല്ലേ? ഓക്കെ. ഇപ്പം IVF ക്ലിനിക് അല്ലെങ്കിൽ IVF സ്പെഷ്യലിസ്റ്റ് എന്നുള്ളത് ആക്ച്വലി ഒരു 5 വർഷം മുന്നേ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. നിങ്ങൾ 2 ഡോക്ടേഴ്സിനെ പോലെ IVF സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുണ്ട്. IVF ക്ലിനിക്സ് ഇപ്പോൾ ഒരു 5 kilometer റേഡിയസിൽ ഒരു 2 ക്ലിനിക്ക് എന്തായാലും ഉണ്ടാവും. ഇറ്റ് ഈസ് വെരി കോമൺ. എന്താണ് ഈ IVF ക്ലിനിക്കുകളുടെ എണ്ണം ഇങ്ങനെ കൂടാനുള്ള കാരണം? സോ ദ മെയിൻ റീസൺ ഇസ് നീഡ്, ആവശ്യം. ഇപ്പം പണ്ടൊക്കെ ആൾക്കാർക്ക് ഇപ്പോൾ ടൈമില്ല. ഇൻഫെർട്ടിലിറ്റിയുടെ റൈസ് ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി കൂടുതലാണ് പണ്ടത്തെ വെച്ച് നോക്കുമ്പം. പണ്ട് ആൾക്കാർക്ക് ജോലി റിലേറ്റഡ് പ്രശ്നങ്ങളില്ല, അവർ വീട്ടിൽ ഹാപ്പിയാണ്. അപ്പം അവർക്ക് കുട്ടികൾ ഉണ്ടാവണതിനൊരു പ്രശ്നമില്ല. കല്യാണം കഴിഞ്ഞു, കുട്ടിയായി, അതാണ് ഒരു പ്രോസസ്സ്. ഇപ്പോൾ അങ്ങനെയല്ല. ആൾക്കാർക്ക് കരിയർ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടേതായ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർക്ക് വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടി എന്ന് ആലോചിച്ച് വരുമ്പോൾ മിക്കവർക്കും ഒരു ഏജ് കഴിഞ്ഞു പോവും. അപ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ IVF ആണ് അവരുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ. സോ ബേസിക്കലി ഇൻഫെർട്ടിലിറ്റി കൂടുന്നുണ്ട്. ഇപ്പം പണ്ടൊക്കെ 10-1 നമ്മൾ കാണുന്നത്, ഇപ്പോൾ 6-1, 1 in 6 ആണ്. ആൻഡ് അഗെയിൻ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ഹസ്ബൻഡും വൈഫ് വേറെ. സോ ഇപ്പം ഒരു അവയർനെസ്സും നീഡ് കാരണമാണ്. സോ പിന്നെ പണ്ട് കുട്ടികളില്ല, കഴിഞ്ഞു, വേറെ അവർക്ക് ചിന്തിക്കാനൊരു കാര്യമില്ല. ഇപ്പം നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഓരോ ഓപ്ഷൻസും സൊല്യൂഷൻസും ഉണ്ട്. അപ്പം ആൾക്കാർ കൂടുതൽ ഫിനാൻഷ്യലി പൈസ കൊടുത്ത് അവർ ഇത് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം നമ്മൾ ഒരു കപ്പിള് വന്നിട്ട് നമ്മൾ നാച്ചുറലി ട്രൈ ചെയ്തിട്ട് നമ്മൾ പ്രഗ്നന്റ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നേരെ IVF-ലേക്ക് കടക്കല്ലോ. IVF ഒരു ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ എപ്പോഴാണ് IVF-ലേക്ക് കടക്കുന്നത്? IVF ഒരിക്കലും ഒരു ഫസ്റ്റ് ഓപ്ഷൻ അല്ല. 10 പേരിൽ 1-2 പേർക്ക് IVF-ന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ആൾക്കാർക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്, IVF ക്ലിനിക്കിൽ ചെന്നാൽ ഫസ്റ്റ് ഓപ്ഷൻ അൾട്ടിമേറ്റ് ഓപ്ഷൻ അതാണ്. അത് മാത്രമേ അവർക്ക്, അങ്ങനെ ഒരു സ്റ്റിഗ്മ ആൾക്കാർക്കുണ്ട്. പക്ഷെ ഒരിക്കലും അതല്ല ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി കപ്പിൾസ് വരുമ്പോൾ നമ്മളൊരു ഇവാലുവേഷൻ, ഒരു പ്രൊസീജിയർ ഉണ്ടാവും. നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ട്, ഇപ്പോൾ ചിലർക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ആയിരിക്കാം, ചിലപ്പം എഗ്സ് വളരാത്തതിൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കാം. സോ അവർക്ക് അതിനുള്ള മെഡിക്കേഷൻസ് കൊടുത്താൽ അവർക്ക് ഈസി ആയിട്ട് പ്രഗ്നൻ്റ് ആവാൻ പറ്റും. ഓക്കെ. സോ ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കില്ല, സെക്ഷൽ പ്രോബ്ലംസ് ആയിരിക്കും ചില ആൾക്കാർക്ക്. സോ ആ നീഡ് അനുസരിച്ചിട്ടാണ്. സോ എല്ലാവർക്കും IVF അല്ല ആക്ച്വലി. ഈ IVF എന്നുള്ള പ്രോസസ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു, അതായത് നമ്മൾ കേട്ടിട്ടുള്ളത് അതൊരു പെയിൻഫുൾ പ്രോസസ്സാണ്, അത് ഇറ്റ് ഈസ് എ ലോട്ട് എന്ന് ആളുകൾ പറയും. അതങ്ങനെയാണോ? IVF പെയിൻഫുൾ പ്രൊസീജിയർ അല്ല. നമ്മൾ എഗ്ഗ് നമ്മൾ ഇഞ്ചെക്ഷൻസ്, സാർ പറഞ്ഞ പോലെ ഇഞ്ചെക്ഷൻസ് കൊടുത്ത് എഗ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സൈസ് ആകുമ്പോൾ നമ്മൾ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് നമ്മൾ എഗ്സിനെ നമ്മൾ വെളിയിലെടുക്കുന്നത്. ഓക്കെ. അനസ്തീഷ്യ കൊടുക്കുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും പെയിൻഫുൾ അല്ല. ഇഞ്ചെക്ഷൻസ് എടുക്കുന്നത് മാത്രം ഒരു സമയത്തൊരു പെയിൻ ഉണ്ടാവും പേഷ്യൻസിന്. എക്സാക്ട്ലി. സോ IVF ചെയ്യുമ്പോൾ നമുക്കൊരു 10 to 11 days ഓഫ് ഇഞ്ചെക്ഷൻസ് ഉണ്ടാവും. എല്ലാവർക്കും ഇഞ്ചെക്ഷൻസിന് പേടിയാണ്. സോ സെക്കൻഡ് തിങ് ഇസ്, ഈ പ്രൊസീജിയർ പറഞ്ഞ പോലെ അണ്ടർ അനസ്തീസിയാണ്. സോ അത് പെയിൻ ഫ്രീ ആണ്. ബട്ട് ഇതിൽ വേറെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, IVF ഒരു നാച്ചുറൽ കൺസെപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഫിനാൻഷ്യലി കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. ഇവിടെ ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും ഒരിക്കലും 100% ഇല്ല. സോ ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ്സും ഇമോഷണൽ സ്ട്രെസ്, ഞാൻ ഇത്രയും ചിലവാക്കിയാൽ പ്രഗ്നൻ്റ് ആവുമോ ഉറപ്പില്ല, എക്സാക്ട്ലി, കേസല്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു സ്ട്രെസ്സും
അതൊരു പെയിനായിട്ട് തന്നെ കരുതാം. അങ്ങനെ ഉണ്ട്. എക്സാക്ട്ലി, അത് തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ഫിസിക്കൽ പെയിൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ഇഞ്ചക്ഷൻസിൻ്റെയും ആ പ്രൊസീജിയറിൻ്റെയും ഉണ്ട്. ബട്ട് മോർ ദൻ ദാറ്റ് ഈ ഒരു ഇമോഷണൽ സ്ട്രെസ്സും ആ ടൈമിൽ പോകുന്ന ഒരു സ്ട്രെസ്സാണ് മൊത്തത്തിലുള്ള. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് കഴിഞ്ഞ് നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലും ഒരു 14 days വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആ ഒരു പീരീഡും അതൊരു പീരീഡാണ് പേഷ്യൻസിന്. IVF ചെയ്തുകൊണ്ടിരിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇത് ഭയങ്കര കൂടുതലായിട്ട് ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. IVF ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പിൾ മിക്കവാറും നമ്മളെ കാണുന്നുണ്ടാവും. ആ ചെയ്യുന്ന സമയത്ത്, ആ ട്രീറ്റ്മെൻറ്റ് സമയത്ത്, ഇഫ് ദി ആർ പ്രിപ്പയറിങ് ഫോർ എൻ IVF അല്ലെങ്കിൽ ഇപ്പോൾ ഒരു IVF ചെയ്യുന്ന ഒരു ടൈം ആണെങ്കിൽ അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. നമ്പർ 1, ഒരു ഹെൽത്തി ഡയറ്റ് എടുക്കണം. ആദ്യം ഒരു ഹെവി ഡയറ്റ്, ഓയിലി ഡയറ്റ്, ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം. ഈ ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോഴത്തേക്ക് ഓവറീസ് വലുതാവും. സോ പലർക്ക് ഒരു ഗ്യാസ് പോലത്തെ സെൻസേഷൻ, ബ്ലോട്ടിംഗ് പോലെ ഫീൽ ചെയ്യും. സോ നമ്മളെപ്പോഴും നല്ലപോലെ ഫ്ലൂയിഡ്സ് എടുക്കാൻ പറയാം, ഹൈഡ്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറയാം. ഒരുപാട് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കരുത്. ഹൈ പ്രോട്ടീൻ ഡയറ്റ്, എഗ് വൈറ്റ്സ്, പയറ്, ഇതൊക്കെ എടുക്കാൻ പറയാം. അതുകൂടാതെ നമ്മൾ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യരുതെന്ന് പറയും. അഗെയിൻ സെയിം റീസൺ, ഈ ഓവറീസ് വലുതാകുമ്പോഴത്തേക്ക് സഡൻ മൂവ്മെൻറ്റ്സ് ഒന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. റൂട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം, നോർമലായിട്ട് ജോലിക്ക് പോവാം. ദേ കൻ ഡു എവറിത്തിങ് എൽസ്. ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് 1-2 ദിവസം ലീവ്. ഇഞ്ചക്ഷൻസ് ഒക്കെ കറക്റ്റ് പറയുന്ന പോലെ തന്നെ എടുക്കണം. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാവും, ഇഞ്ചക്ഷൻസ് ഉണ്ടാവും, അതെല്ലാം നമ്മൾ പറയുന്ന പോലെ തന്നെ അവർ ഫോളോ ചെയ്ത് എടുത്തെങ്കിൽ നമുക്ക് അതിനൊരു സക്സസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ഈ ഇപ്പോൾ ഒരു കപ്പിൾ വരെയാണ്, അവർക്ക് ആദ്യത്തെ പ്രഗ്നൻസി മൈറ്റ് ബി ഒരു IVF ത്രൂ ഉണ്ടായ കുട്ടിയാണെന്ന് വിചാരിക്കും. സെക്കൻഡിൽ ഒരു നോർമൽ പ്രഗ്നൻസിക്ക്, ഒരു നാച്ചുറൽ പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവും. ഓ, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അവർ എക്സ്പെക്ട് ചെയ്യില്ല ആ ഒരു സമയത്ത് അവർ പ്രഗ്നന്റ് ആണ്, അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ഈ IVF ചെയ്ത് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ പറയും, നോക്ക് IVF ആണെങ്കിലും നിങ്ങൾ നെസസറി പ്രിക്കോഷൻസ് എടുക്കാം. അപ്പോൾ അവർ തന്നെ ചോദിക്കും, ഓ ഇത് IVF അങ്ങനെ, എന്നിട്ട് പ്രിക്കോഷൻ എടുക്കാൻ സംഭവിച്ചിട്ടില്ല, ആ കോൺഫിഡൻസ് ഉണ്ടാവും അവർക്ക്. പ്രഗ്നൻ്റ് ആയി തിരിച്ചു വരുന്നവർക്കുണ്ട്. എസ്പെഷ്യലി ഈ അൺഎക്സ്പ്ലെയിൻഡ് ഫെർട്ടിലിറ്റിയും കുറച്ച് കണ്ടീഷൻസിൽ അവർക്ക് തിരിച്ചു വരാറുണ്ട്. തിരിച്ചു സംഭവിക്കാം. ഫസ്റ്റ് നോർമലായിട്ട് സെക്കൻഡ് IVF വേണ്ടി വരുന്ന പേഷ്യൻസും ഉണ്ട്. സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി അതും വളരെ കോമൺ ആണ്. അപ്പൊ അതിനെന്തായിരിക്കും കാരണം? അതായത് ഫസ്റ്റ് ഒരിക്കൽ നോർമലായി പ്രഗ്നന്റ് ആയ ഒരാൾ എന്തുകൊണ്ടാണ് പിന്നെ IVF ഇൻഫെർട്ടൈൽ ആയി പോകുന്നത്? ഏജ് ഒരു ഫാക്ടറാണ്. കാരണം ഫസ്റ്റ് പ്രഗ്നൻസി അവർ ഭയങ്കര യങ്ങർ ഏജിലായിരിക്കും. പിന്നെ അവർ കുറച്ച് നാൾ കഴിഞ്ഞ് ഗ്യാപ്പ് കഴിഞ്ഞ് ട്രൈ ചെയ്യുന്ന സമയത്ത് ഏജ് കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. പിന്നെ ചിലപ്പം അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സർജറീസോ, ചിലപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി തന്നെ ഒരു സിസേറിയനായിട്ട് സർജറി ആയിട്ട് ഫുൾ അകത്ത് അഡഷൻസ് പറഞ്ഞാൽ ഒട്ടിയിരിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടൊരു ട്യൂബ്സ്, ഫെലോപ്പിയൻ ട്യൂബ്സിന് എഗ്സിനെ പിക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതും ഒരു ഫാക്ടറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂട്രസിന് എന്തെങ്കിലും ഒരു പത്തോളജി, അതായത് ഫൈബ്രോയിഡോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം ഒരു കോൺട്രിബ്യൂട്ടറി ഫാക്ടറാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കുട്ടി ഉണ്ടായിട്ട് എത്ര വർഷങ്ങൾക്കുള്ളിൽ അടുത്ത കുട്ടിക്ക് ട്രൈ ചെയ്യണമെന്നാണ് പ്രിഫറബിൾ? അത് യൂഷ്വലി ഒരു ഗ്യാപ്പ് ഇല്ല. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഗ്യാപ്പ് അങ്ങനെ പറയില്ല. നമ്മൾ യൂഷ്വലി ഒരു 1.5 to 2 years കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ബേബിക്ക് ട്രൈ ചെയ്യാൻ പറയുന്നത്. ബട്ട് ചിലവർക്ക് അവർക്ക് ഒരു മേ ബി ഒരു 3 to 4 years ഗ്യാപ്പ് എടുക്കണമെന്നുണ്ട്. സോ അങ്ങനെ ഒരു പ്രത്യേക ഗ്യാപ്പ് ഇല്ല, ടൈം പറയാനില്ല. ബട്ട് ട്രൈ ചെയ്തിട്ട് ഒരു 1 year കഴിഞ്ഞിട്ടും പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ നമ്മൾ അപ്പോഴാണ് ഒരു ഇവാലുവേഷൻ ചെയ്യാൻ പറയുന്നത്. ഓക്കെ. ബട്ട് ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞാൽ എപ്പോഴും ഒരു 1.5 to 2 years ഗ്യാപ്പ് ഉണ്ടാവണം. ഓക്കെ. നേരത്തെ വല്ലപ്പോഴാണ് ട്വിൻസിനെ കാണുന്നത്. പക്ഷെ ഇപ്പോൾ മിക്കവാറും കേൾക്കുന്ന കപ്പിളിന് ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലറ്റ്സ് അല്ലെങ്കിൽ ക്വാഡ്രപ്ലറ്റ്സ്, അങ്ങനെ കുട്ടികളുടെ ഒറ്റ പ്രസവത്തിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. അതിനൊരു റീസൺ ആയിട്ട് പറയുന്നത് IVF ആണ്. IVF ചെയ്യുമ്പോൾ ട്രിപ്ലറ്റ്സിന് അല്ലെങ്കിൽ ട്വിൻസിന്, ക്വാഡ്രപ്ലറ്റ്സിനൊക്കെ ചാൻസസ് കൂടുതലാണ്. എന്തുറ്റും നമ്മൾ ഈ IVF ചെയ്യുമ്പോൾ നമ്മൾ സ്ത്രീകളുടെ എഗ്സ് കളക്ട് ചെയ്യും, സ്പേംസ് കളക്ട് ചെയ്യും. ഈ സ്പേംസും എഗ്ഗ് നമ്മൾ IVF ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? ഭ്രൂണങ്ങളുണ്ടാവും. സോ നമ്മളൊരു 10 എഗ്സ് കിട്ടിയാൽ അറ്റ്ലീസ്റ്റ് ഒരു 7 or 8 ഭ്രൂണങ്ങൾ ഉണ്ടാവാം. ഈ 7 or 8 നമ്മൾ തിരിച്ച് യൂട്രസിൽ എടുത്തില്ല. നമ്മൾ യൂഷ്വലി ഏജ് നോക്കി, ക്വാളിറ്റി നോക്കിയിട്ട് ഒന്നാണ് ഇടുന്നത്. ബട്ട് ചിലവർക്ക് ഒരു പ്രീവിയസ് ഫെയിലിയർ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഏജ് അഡ്വാൻസ്ഡ് ആണെങ്കിലോ,
കുറച്ച് പ്രായമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ചിലപ്പം 1 or 2 എംബ്രിയോസ് ഇടും. ഇത് ഇടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ സക്സസ് റേറ്റ് കൂടുതലായതുകൊണ്ട്. അതായത് ഒന്ന് ഫെയിൽ ആയാലും there is a chance for another one. അതാണ്. സോ ആ സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം ഡിസ്കസ് ചെയ്തിട്ട് പറയും നമ്മൾ 1 or 2 വെക്കാം, ബട്ട് ഇതേപോലെ ഒരു റിസ്ക് ഉണ്ടെന്ന് പറയും. ബട്ട് 2 ചിലപ്പം അങ്ങ് ഒട്ടാറുണ്ട്. സോ ദാറ്റ്സ് ഹൗ ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലെറ്റ്സ് ഉണ്ടാവുന്നത്. ഓക്കെ. ഇപ്പൊ ട്വിൻസ് ഒക്കെ ഉണ്ടാവുന്ന സംഭവം അത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പൊ കാർന്നമാർ പറയും ഇരട്ടപ്പഴം കഴിച്ചാൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്നത്. പക്ഷെ നാച്ചുറലി നമുക്ക് ട്വിൻസിനെ വേണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട്? IVF അല്ലാതെ ഓവുലേഷൻ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ എഗ്സ് നമ്മൾ ജസ്റ്റ് ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് എഗ്സ് കൂട്ടാനായിട്ട്. ഇപ്പം ഒരു സൈക്കിളിൽ സാർ പറഞ്ഞ പോലെ ഒരു എഗ്ഗാണ് റിലീസ് ചെയ്യുന്നത്, അതിന് പകരം 2 എഗ്ഗ് റിലീസ് ചെയ്യുന്ന രീതിയിൽ 2-3 എഗ്സ് റിലീസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ടാബ്ലറ്റ്സ് ഉണ്ട്, ഓവുലേഷൻ ഇൻഡക്ഷൻ ഡ്രഗ്സ്. ഓക്കെ. അത് കഴിച്ചാൽ ട്വിൻസിനുള്ള ചാൻസ് ഉണ്ട്. സോ അതുണ്ടെങ്കിലും ട്വിൻസ് കാണാനും കേൾക്കാനൊക്കെ നല്ലതാണ്. പക്ഷെ ആർക്കാ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ആക്ച്വൽ കൊണ്ട് നടക്കുന്ന മദർ നല്ല സ്ട്രഗിളാണ്. കാരണം ഈ ഒരു 9 months ആവുന്ന മുമ്പ് ചിലപ്പം ഡെലിവറി ആവാം, 9 months ആവുന്ന മുമ്പ് വെള്ളം പൊട്ടാം, BP ICUല് കുറേ നാള് വെക്കേണ്ടി വരും, അതിന്റെ കോസ്റ്റ് വരും. പിന്നെ അത് കഴിഞ്ഞിട്ടും ഈ 2 പിള്ളേരെ നോക്കണ്ടേ. ഇപ്പോൾ ഇഫ് യു ആസ്ക് യുവർ മദേഴ്സ്, അവർ തന്നെ പറയും ഒരാൾ വളർത്തിയതിൻ്റെ പാട്. ഇപ്പോൾ 2 പേര് വരുമ്പോൾ ഫീഡിങ് പ്രോബ്ലംസ്, പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടാതെ. എക്സാക്ട്ലി. സോ ട്വിൻസ് നല്ലതാണെങ്കിലും നമ്മളെപ്പോഴും ഒരു സിംഗിൾ ബേബിക്കാണ് നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ട്വിൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ യൂഷ്വലി ട്വിൻസ് ഉള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളതാണ്, അവർ ഇരട്ടകളായതുകൊണ്ട് ഇവർക്ക് ഈ കിട്ടുന്നത് വിഭജിച്ചാണല്ലോ പോകുന്നത്, കിട്ടുന്ന ന്യൂട്രീഷൻസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് പോവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ മൊത്തത്തിലുള്ള ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറവായിരിക്കും, കമ്പാരിറ്റീവ്ലി ഹെൽത്ത് കുറവായിരിക്കും. അങ്ങനെയുണ്ടോ? ഒരൊറ്റ കുട്ടിയായിട്ടുണ്ടായ കുട്ടിയേക്കാളും ട്വിൻസിന് 2 പേർക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ? നോട്ട് റിയലി. ഇവർ ശരിക്കും സഫർ ചെയ്യുന്നത് ആ ബ്രസ്റ്റ് ഫീഡിങ് ടൈമിലായിരിക്കും. ബിക്കോസ് ഈ ബ്രസ്റ്റ് ഫീഡിങ് എന്തായാലും ഒരു അഡീഷണൽ സപ്ലിമെന്റ്സിന്റെ ആവശ്യം വരും. മദറിന് എന്തായാലും അത് കൊടുക്കും, എക്സ്റ്റേണൽ സപ്ലിമെന്റ്സ് അല്ലേ. പിന്നെ ട്വിൻസ് ആവുമ്പം ചിലപ്പോൾ പ്രീ ടേം ഡെലിവറി ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ, ഇപ്പോൾ ഒരു 28 weeks 29 weeksലൊക്കെ ഡെലിവറി ആയിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മറ്റേ കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ഇൻഫെക്ഷൻസിന് ചാൻസ് കൂടുതലായിരിക്കും ആ കുട്ടികൾക്ക്. ന്യൂട്രീഷൻസ് കുറഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഇതേ കേസ് നമ്മൾ IVF-ന്റെ കേസിലും പറയാം. അതായത് ഒരു IVF ആയിട്ട് IVF ചെയ്ത് ഉണ്ടായ ഒരു കുട്ടി വിൽ ബി ലെസ് ഹെൽത്തി എന്ന്. അങ്ങനെയുണ്ട്. IVF ത്രൂ ഉണ്ടായ കുട്ടി നോർമലായിട്ടുണ്ടായ കുട്ടിയേക്കാൾ കുറച്ച് ആരോഗ്യം കുറവായിരിക്കും, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും എന്ന്. അങ്ങനെയുണ്ടോ? നോ, there's no supported അങ്ങനെ ഒരു എവിഡൻസ് ഇല്ല. സെയിം ആണ്. ചാൻസ് ഓഫ് റിസ്ക് ഓഫ് അനോമലി എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ സെയിം തന്നെയായിരിക്കും. ഓക്കെ. ഇനി ഒരു മിത്ത് ചോദിക്കാനുള്ള, നമ്മൾ ഈ സ്പോർട്സ് പേഴ്സൺസ് ഉണ്ടല്ലോ, ക്രിക്കറ്റ് കളിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന, അങ്ങനെ ഈ ബോൾ വന്ന് ഇവരുടെ ജനൈറ്റൽസിൽ കൊള്ളുമ്പോൾ നമ്മൾ കളിയാക്കുകയാണെങ്കിലും പറയും നീ ഇപ്പോഴേ തീർന്ന് എന്ന്. അതൊരു റിസ്ക് ആണോ? അങ്ങനെ വന്ന് ഇപ്പം ഒരുപാട് കളിക്കുന്നവർക്ക് അങ്ങനെ ഒരു റിസ്ക് ഉണ്ടല്ലോ, അതൊരു റിസ്ക് ഫാക്ടറാണോ? ഇൻഫെർട്ടിലിറ്റിക്ക് അത് കാരണമാവോ? യൂഷ്വലി അതൊരു ഫാക്ടർ അല്ല. പക്ഷെ ഒരു സിവിയർ ഇഞ്ചുറിയാണ് എന്ന് വെച്ചാൽ ടെസ്റ്റസ് ഭയങ്കരമായിട്ട് ക്രഷായോ, ഇല്ലെങ്കിൽ ആശുപത്രി പോകേണ്ടി വന്നാൽ, ഇല്ലെങ്കിൽ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായാൽ യെസ് കൗണ്ടിന് എഫക്റ്റ് ചെയ്യാം. നോർമലി ഇൻഫെക്ഷൻസ് ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഒരു റൂട്ടീൻ ബേസിസിൽ അങ്ങനെ നമ്മൾ കാണാറില്ല, അങ്ങനെ യൂഷ്വലി ആവത്തില്ല. അത് യൂഷ്വലി ഒരു കൊളോക്കിയൽ ടോക്കിൽ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അങ്ങനെ തീർന്നൊന്നും പോയിട്ടില്ല. ഇല്ല, തീർന്നു പോയിട്ടില്ല. ഓക്കെ. മുണ്ടനീര് വരുന്നത് കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് സ്പെഷ്യലി അവർക്ക് ഇൻഫെർട്ടൈൽ ആവാൻ സാധ്യതയുണ്ട് എന്ന് പറയും. മുണ്ടനീര് അത്ര റിസ്കിയാണോ ആക്ച്വലി? മംസ്, അതാണ് ഈ മുണ്ടനീര്. ഈ മംസിനൊരു വേറൊരു ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഓർക്കൈറ്റിസ് എന്ന് പറയും. അതായത് ഈ വൈറൽ ഇൻഫെക്ഷൻ കാരണം ടെസ്റ്റസിനെ എഫക്റ്റ് ചെയ്യും. സോ മംസ് വരുന്നവർക്ക് സിവിയറായിട്ട് ഈ ഓർക്കൈറ്റിസ്, ടെസ്റ്റസിലുള്ള പെയിനും ഇൻഫ്ലമേഷൻ വന്നാൽ അവരെ എഫക്റ്റ് ചെയ്യാം. സോ നമ്മളെപ്പോഴും ഒരു കൗണ്ട് കുറഞ്ഞ ഒരാൾക്ക് നമ്മളെപ്പോഴും ചോദിക്കും, ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ആ കോറിലേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചോദിക്കാറുണ്ട്. ഓക്കെ. മംസ് പോലെ അങ്ങനെ കുട്ടികൾക്ക് അല്ലെങ്കിൽ മെയിൽസിന് വന്നാൽ അവരുടെ ഇൻഫെർട്ടിലിറ്റിയെ ബാധിക്കുന്ന വേറെ രോഗങ്ങളുണ്ടോ? വാരിക്കോസിൽ, ഡോക്ടർ പ്രിയങ്ക നേരത്തെ പറഞ്ഞ പോലെ ഈ വെയിൻസ് എല്ലാം, ഒരുപാട് വെയിൻസ് ഈ ടെസ്റ്റസിൻ്റെ ചുറ്റിനും അത് വീർത്തിരിക്കുമ്പോൾ അതിൻ്റെ ചൂട് കാരണം
സ്പേം കൗണ്ടിൻ്റെ മോട്ടിലിറ്റിയും മോർഫോളജി, അതായത് അതിൻ്റെ ക്വാളിറ്റിയെ കുറയ്ക്കാം. ദാറ്റ് ഇസ് അനദർ റീസൺ. അതാണ് ഈ ഒരുപാട് നേരം നിന്നിട്ട് ഇൻഫെർട്ടൈൽ ആവാൻ. ഓക്കെ, വേറെ പിന്നെ മെഡിക്കൽ കണ്ടീഷൻസ്, ഡയബറ്റീസിന് ഇത് എഫക്റ്റ് ചെയ്യാം. ചില ഹോർമോൺസ് കാരണം നമ്മുടെ കൗണ്ട് ഒത്തിരിയും കുറഞ്ഞു പോകാൻ പറ്റും. ഹൈപ്പോഗൊണാഡോട്രോഫിക് ഹൈപ്പോഗൊണാഡിസം, അതായത് കുറച്ച് റെയർ കണ്ടീഷൻസ് ആണ്. ഹോർമോൺസ് ടോട്ടലി സപ്രസ്ഡ് ആയതുകൊണ്ട് സ്പേം പ്രൊഡക്ഷൻ ഇല്ല. ബട്ട് ഇതിൽ മിക്ക കണ്ടീഷൻസ് നമുക്കത് ട്രീറ്റ് ചെയ്ത് ജനറ്റിക് പ്രശ്നങ്ങളാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ചിലപ്പോൾ നമുക്ക് എത്ര ശ്രമിച്ചാലും സ്പേംസ് ഉണ്ടാവണം എന്നില്ല അവർക്ക്. ഓക്കെ, ബാക്കി ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലേ? ഓക്കെ, ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടല്ലോ. അതായത് നമ്മൾ ചിലപ്പോൾ പറയും ഭാവിയിൽ ഇനി അച്ഛനും അമ്മയും ഇല്ലാണ്ട് തന്നെ കുട്ടികളുണ്ടാവും. അതുപോലെ യൂട്രസ് അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി, ആർട്ടിഫിഷ്യൽ യൂട്രസിനുള്ളിൽ കുട്ടികളെ ഉണ്ടാക്കും എന്നൊക്കെ പറയും. കാരണം മെഡിസിൻ ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ എന്തെങ്കിലും ചാൻസസ് ഇനി ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ്? അത് IVF-ൻ്റെ തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, കുട്ടികളുണ്ടാവുന്നതിന് അതിന് എന്താ അതിൻ്റെ ഒരു ഫ്യൂച്ചർ? സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതൊരു നല്ലൊരു രീതിയിൽ വരുന്നുണ്ട് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ. ഇപ്പം തന്നെ കുറേ ഉണ്ടല്ലോ സർ, ടൈം ലാപ്സ്. അങ്ങനെ ടൈം ലാപ്സോ? നമ്മൾ AI വെച്ചിട്ട് തന്നെ എംബ്രിയോസിനെ നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് നല്ല എംബ്രിയോസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇടുന്ന രീതിയിൽ. അതായത് നമ്മൾ സെലക്ട് ചെയ്യാതെ ആ സോഫ്റ്റ്വെയർ പറയും ഇന്ന ഭ്രൂണങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ ചെയ്യുന്നതാണോ? അത് ടൈം ലാപ്സ് ഇപ്പോൾ ഉണ്ട്. നമ്മളൊരു എംബ്രിയോ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ഒരു 3 to 4 days നമ്മൾ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. അപ്പം ആ ഒരു ടൈം ലാപ്സിൽ അത് ഫുൾ ടൈം ആ ഒരു എംബ്രിയോനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ആ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് അത് AI നോക്കുന്നതുകൊണ്ട് അതിന് മനസ്സിലാവും അത് നല്ല എംബ്രിയോ ആണോ, ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ഏതാണ് ഗുഡ് ക്വാളിറ്റി എംബ്രിയോ, ഏതാണ് ബാഡ് ക്വാളിറ്റി എംബ്രിയോ നമുക്ക് സെലക്ട് ചെയ്ത്. ഇപ്പം ആക്ച്വലി ഇൻഗ്രോൺ ലാബ് റാറ്റ്സ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. എന്നാലും ഇതുവരെ ഹ്യൂമൻ സ്റ്റഡീസിലേക്കൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ, അതായത് ഈ ഒരു IVF-ൻ്റെ ഒരു ഫീൽഡിൽ നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡിസൈനർ ബേബീസ് എന്ന് പറഞ്ഞ് ഇതുണ്ട്. നമുക്കതായത് ജെനറ്റിക്സ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കൊച്ചിൻ്റെ കളർ, ഇല്ലെങ്കിൽ ഹെയർ കളർ, ഐ കളർ, അവിടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ഇതേപോലെ കുറച്ച് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് ഉണ്ട്. ഒബ്വിയസ്ലി അത് ലീഗൽ അല്ല ഇതുവരെ, ബട്ട് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ നാട്ടിലൊന്നും അതില്ല. വേറെ പുറത്താണ് നടക്കുന്നുണ്ട്, ബട്ട് ലീഗൽ അല്ല. കാരണം നമ്മുടെ ആ ഫുൾ എവല്യൂഷൻ ഇച്ചിരി ഒന്ന് ഇത് ട്വിസ്റ്റ് ചെയ്യുമല്ലേ, അത് ലീഗൽ അല്ല. ഓക്കെ, AI ത്രൂ നമുക്ക് കുട്ടിയുടെ സ്കിൻ കളറ്, ഐ കളറൊക്കെ മാറ്റാനുള്ള ഒരു ഫെസിലിറ്റി വരെ, അല്ലെങ്കിൽ അതിനുള്ള പ്രോസസ്സ് വരെ പുറത്ത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇറ്റ് ഇസ് നോട്ട് ലീഗൽ എന്നും പറഞ്ഞു. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ജെൻഡർ സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ജെൻഡർ നമ്മൾ അറിയുന്നത് ശിക്ഷാർഹമാണ്. കുട്ടികളുടെ ലിംഗനിർണ്ണയം ശിക്ഷാർഹമാണ്. അത് എന്തുകൊണ്ടാണ്? ഇന്ത്യ നമ്മൾ എത്ര ഡെവലപ്ഡ് എന്ന് പറഞ്ഞാലും ഇപ്പോഴും പെരിഫറൽ ഏരിയാസിൽ ഇപ്പോഴും പെൺകുട്ടികളെ കൊല്ലുന്ന സ്ഥലങ്ങൾ ഒത്തിരി ഇപ്പോഴും ഉണ്ട്. ഓക്കെ, കേരളം മാത്രമാണ് ഇപ്പോഴും കുറച്ചൊരു ഈ ഒരു കാര്യത്തിൽ കുറച്ച് ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ളത്. ആ ഒരു ഇതുള്ളത് കൊണ്ടായിരിക്കണം ഇന്ത്യയിൽ ഇപ്പോഴും ജെൻഡർ സെലക്ഷൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, IVF ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ കുട്ടിയുടെ ജെൻഡർ മനസ്സിലാക്കാൻ പറ്റുമോ? ഈസ് ഇറ്റ് പോസിബിൾ? പോസിബിൾ ആണ്, ബട്ട് നമ്മുടെ ലോസ് കാരണം നമ്മൾ ചെയ്തില്ല. ഇറ്റ്സ് നോട്ട് ലീഗൽ അല്ല. വലിയ നാട്ടിലൊക്കെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി ഇത് നോക്കിയിട്ട് തിരിച്ച് ഇന്ത്യയിൽ വരുന്ന അങ്ങനത്തെ കപ്പിൾസ് ഉണ്ട്. അതായത് ഇവിടെ തന്നെ പ്രഗ്നന്റ് ഒക്കെ ആയിട്ട് ഇതിനു വേണ്ടി മാത്രം പുറത്തു പോകും ആണോ? ദാറ്റ് ഇസ് ത്രൂ സ്കാൻ ചെയ്തിട്ട്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ എംബ്രിയോ ആവുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിനും ഓപ്ഷൻസ് ഉണ്ട്. എംബ്രിയോ ബയോപ്സിയിലൂടെ നമുക്ക് ജെൻഡർ സെലക്ഷൻ പറ്റും. ഫീമെയിൽ ബേബി ആണോ മെയിൽ ബേബി ആണോ എന്ന് അത് നമുക്ക് ജെൻഡർ സെലക്ഷൻ പറ്റും. അത് കുറേ ഡിസീസ് ഉണ്ട്. അത് മെയിൽ കുട്ടികൾക്ക് മാത്രമേ വരുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഹെറിഡിറ്ററി ഡിസീസസ്, ഒരു XY അതിങ്ങനെ വരുന്ന ഡിസീസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ ആ ഡിസീസസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, IVF ത്രൂ ട്വിൻസിനെ കിട്ടാൻ ചാൻസ് ഉണ്ട്? അതായത് നമുക്ക് വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടോ? യൂഷ്വലി IVF-ൽ നമ്മൾ എഗ്സ് കളക്ട് ചെയ്യും. ഈ എഗ്സിനെ കളക്ട് ചെയ്തിട്ട് സ്പേംസ് ആയിട്ട് നമ്മൾ അതിനെ ഭ്രൂണങ്ങളാക്കും. സോ യൂഷ്വലി ഒരു 5 or 6 എഗ്സ് കിട്ടിയാൽ ഓൾമോസ്റ്റ് ഒരു ഈക്വൽ നമ്പർ ഓഫ് എംബ്രിയോസ് കിട്ടേണ്ടതാണ്. സോ നമ്മൾ യൂഷ്വലി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ
ഒരു എംബ്രിയോ ആണ്. നമ്മൾ മദറിൻ്റെ ഏജും ക്വാളിറ്റി ഓഫ് എംബ്രിയോ എല്ലാം നോക്കിയിട്ട് യൂഷ്വലി ഒന്നാണ് ഇടുന്നത്. ബട്ട് പ്രീവിയസ് ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഏജ് കൂടുന്തോറും നമ്മൾ ചിലപ്പോൾ 1-2 എംബ്രിയോസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. കാരണം ആ ചാൻസസ് ഓഫ് സക്സസ് കൂടും നമ്മൾ 2 എംബ്രിയോസ് ഇട്ടാൽ. സോ 2 എംബ്രിയോസ് ഇട്ടാൽ ഒരു ട്വിൻസിന് ഉള്ള സാധ്യത ഉണ്ട്. അതല്ല, ട്വിൻസിനെ ചോദിച്ച് വരുന്ന ആളുകൾക്ക് IVF ത്രൂ ട്വിൻസിനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോന്ന്? ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 2 എംബ്രിയോ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓ, അപ്പം അതിന് റിസ്കുകളൊന്നുമില്ല? നമ്മൾ പേഷ്യൻസിനോട് എല്ലാ റിസ്ക്കും നമ്മൾ പറയും. എന്ന് വെച്ചാൽ ട്വിൻസ് ആയി കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രീ ടേം ലേബർ, അങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിന് ഉള്ള എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ്, അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ 2 എംബ്രിയോസ് ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ നേരത്തെ IVF ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ 2 എംബ്രിയോസ് ആയിരിക്കും നമ്മൾ ട്വിൻസിനുള്ള ചാൻസ് ആയി വരുന്നത് അല്ലേ? ഓക്കെ. IVFന്റെ സക്സസ് റേറ്റ്സിനെ കുറിച്ച് എന്താ പറയാ? യൂഷ്വലി സക്സസ് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏജ് റിലേറ്റഡ് ആണ്. അതായത് പ്രായം കൂടുന്തോറും സക്സസ് റേറ്റ് കുറയും. യൂഷ്വലി ഒരു 32 ഇയേഴ്സിൻ്റെ താഴെയുള്ളവർക്ക് ഒരു നമ്മൾ IVF ചെയ്ത് ആ ബേബിയെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 40-50% ആണ്. ബട്ട് ഒരു 41, 42 ഇയേഴ്സൊക്കെ ആയാൽ ഈ സക്സസ് റേറ്റ് 10% അല്ല, ഈവൻ 5-6% താഴെയാണ്. സോ ഇത് അറിയേണ്ട ഒരു കാര്യങ്ങളാണ്. കാരണം പലപ്പോഴും ചിലർ പറയും ഇന്ന സെൻറ്ററിൽ 100% സക്സസ് റേറ്റ് ഉണ്ട്, 90%. അതൊരിക്കലും പോസിബിൾ അല്ല. ഏതൊരു സെൻറ്റർ ഇവിടെ ആണെങ്കിലോ ഇത് എത്ര ടെക്നോളജി ഉണ്ടെങ്കിലും സക്സസ് റേറ്റ് അറൗണ്ട് 40-50% ആണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിക്ക് കുട്ടി ഉണ്ടായല്ലോ, എനിക്ക് എന്തുകൊണ്ടുണ്ടായില്ല? ഏജസ് ഡിഫറെൻ്റ്, അപ്പം അതൊരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, IVFും വർക്ക് ആവാത്ത അല്ലെങ്കിൽ ഫെയിൽ ആയിപ്പോയ ആളുകൾക്കുള്ള അടുത്ത ഓപ്ഷൻ സെറോഗസി എന്ന് പറയുന്നത്. സെറോഗസിയെ കുറിച്ച് പറയോ? IVF വർക്ക് ചെയ്യാത്ത ആൾക്കാർക്കുള്ള ഒരു ഓപ്ഷൻ അല്ല സെറോഗസി. സെറോഗസിയുടെ ഇൻഡിക്കേഷൻസ് വേറെയാണ്. എന്നുവെച്ചാൽ യൂട്രസിന് എന്തെങ്കിലും പ്രശ്നമുള്ള വെച്ചാൽ സറോഗേറ്റ് എന്ന് പറയുന്നത് ഒരു വാടക ഗർഭപാത്രമാണ്. അപ്പം യൂട്രസിനുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അതായത് യൂട്രസിന് എന്തെങ്കിലും കാരണം കൊണ്ട് ഹിസ്റ്റക്ടമി ചെയ്യേണ്ടി വന്നു, യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്ന ആൾക്കാർ, ഭയങ്കര ബ്ലീഡിങ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്ന ആൾക്കാർ, ചില ആൾക്കാർ ജന്മന യൂട്രസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്, അങ്ങനത്തെ സിൻഡ്രോമുള്ള ആൾക്കാരുണ്ട്, അങ്ങനത്തെ ആൾക്കാർ. പിന്നെ മെഡിക്കൽ കണ്ടീഷൻസ് എന്താണെങ്കിലും പ്രഗ്നൻസി ആവാൻ പറ്റില്ല. ഇറ്റ്സ് ഹാർട്ട് ഡിസീസോ റീനൽ ഡിസീസോ എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ എന്തെങ്കിലും അങ്ങനെ പ്രശ്നമുള്ള അമ്മമാര്, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സ് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ട് ആവാത്തവർക്കും അല്ലെങ്കിൽ യൂട്രസ് ലൈനിങ്ങിന് പ്രോബ്ലം ഉള്ളവർക്കും നമുക്ക് സർഗസി ചെയ്യാം. സർഗസി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഒരു ആൾ നമ്മളുടെ എംബ്രിയോസ് അവർ ക്യാരി ചെയ്യണം. ആൻഡ് ഇതിന് കുറച്ച് ലീഗൽ ആസ്പെക്ട്സ് ഉണ്ട്. നമുക്കൊരു ക്ലിയറൻസ് കിട്ടാതെ, ഒരു മെഡിക്കലും ഒരു സൈക്കോളജിക്കൽ ക്ലിയറൻസ് കിട്ടാതെ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് പൈസ കൊടുത്തിട്ട് ഒരു സർഗേറ്റ് വാങ്ങാനും പറ്റത്തില്ല. സോ ഹൗ ഇസ് ദ പ്രോസസ്? ഇപ്പോൾ ഒരു സറോഗേറ്റ് മദറിനെ വേണം എന്നുള്ള ഒരു കപ്പിളിന് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? സോ സർഗസി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേകിച്ച് ഇൻഡിക്കേഷൻസ് ഉണ്ടാവണം. നമ്പർ 1, ആ വരുന്ന കപ്പിൾ അവർക്ക് അറിയാവുന്ന ഒരു സർഗേറ്റിനെ വേണം, ആൾട്രുസ്റ്റിക് ആയിരിക്കണം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ പൈസ കൊടുക്കാതെ അവർ അവിടെ ഇഷ്ടത്തിന് ആൾക്കാർക്ക് ചെയ്യാൻ. അതായത് നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരാള് വാടക ഗർഭപാത്രം അല്ലെങ്കിൽ ഗർഭം ധരിക്കാൻ തയ്യാറായി വരണം. എക്സാക്ട്ലി. അപ്പൊ അങ്ങനെ ആരും വരാനില്ലെങ്കിൽ അത് പോസിബിൾ അല്ല. അവർക്കും കുറെ ക്രൈറ്റീരിയ ഉണ്ടാവും. 35 ഇയേഴ്സിൻ്റെ താഴെ ആയിരിക്കണം, ഓൾറെഡി ഒരു കുട്ടി ഉണ്ടായിരിക്കണം, അവർ മെഡിക്കലിയും ഫിസിക്കലി എല്ലാം ഫിറ്റ് ആയിരിക്കണം. പിന്നെ വൺസ് ഈ പ്രോസസ്സ് നമുക്കത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഉണ്ട്. DMO ഓഫീസ് വഴി നമ്മളവിടെ പോയി ഒരു ബോർഡ് ഓഫ് ഡോക്ടേഴ്സിന് മുമ്പിൽ ക്ലിയറൻസും പെർമിഷൻ വാങ്ങിയിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. ആർക്ക്? സർഗേറ്റിന്. ആ വാടക ഗർഭപാത്രം
അല്ല വാടക ഗർഭം ധരിക്കാനായിട്ട് വരുന്ന ആൾക്ക്. പിന്നെ അവർക്ക് ഈ ട്രീറ്റ്മെന്റിൽ ഏത് സമയം വേണമെങ്കിലും അവർക്ക് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഓ, ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലി പ്രഗ്നന്റ് ആവാം, പക്ഷെ അങ്ങനെ അതിന് താല്പര്യമില്ലാത്ത ആളുകൾ വാടക ഗർഭപാത്രം അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ടല്ലോ, സെലിബ്രിറ്റീസ് തന്നെ കാണാറുണ്ട്. അത് പോസിബിൾ അല്ലേ? അപ്പോൾ ഇപ്പം ആഫ്റ്റർ 2022 അത് പോസിബിൾ അല്ല, നമുക്കത് ചെയ്യാൻ പാടില്ല. അതായത് നമുക്ക് ആ പ്രോപ്പർ ആ ഒരു രീതിയിൽ ഇൻഡിക്കേഷൻസിൽ നമ്മൾ ഒരു ലെറ്ററായിട്ട് നമ്മൾ എഴുതി പേഷ്യൻ്റ് ഇസ് നോട്ട് ഫിറ്റ്, ലൈക്ക് നാച്ചുറലി കൺസീവ് ചെയ്യാൻ ഫിറ്റ് അല്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു ലെറ്ററായിട്ട് കൊടുക്കുമ്പം അതൊരു അപ്രോപ്രിയേറ്റ് അതോറിറ്റി സാങ്ഷനായി കഴിയുമ്പോൾ മാത്രമേ നമുക്കത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് പോലെ അങ്ങനെ 2022 വരെ അങ്ങനെ ചെയ്യാമായിരുന്നു. ലീഗലി ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 2022 ശേഷം അത് ലീഗൽ അല്ല. എഗ് ഫ്രീസിങ് പോലെ സ്പേം ഫ്രീസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ അതിന് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ? ഇല്ല, യൂഷ്വലി സ്പേം ഫ്രീസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒരു സെമൻ അനാലിസിസ് കൊടുക്കുന്ന പോലെയാണ് നമ്മൾ സ്പേം ഫ്രീസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ യൂഷ്വലി സ്പേം ഫ്രീസ് ചെയ്യുന്നത് യൂഷ്വലി ഈ വൈഫ് ഇന്ത്യയിലാണ്, ഹസ്ബൻഡ് അബ്രോഡാണ്, വരുന്നത് ഒരു 2-3 ഡേയ്സിന് വേണ്ടി. സോ ഫ്രീസ് ചെയ്തിട്ട്, സോ വൺസ് ഫ്രീസ് ചെയ്ത് പോയാൽ അവിടെ ആബ്സെൻസിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ ക്യാൻസർ പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് അവർ യൂഷ്വലി കുറച്ച് കൂടുതൽ ഫ്രീസ് ചെയ്യും യൂസിന് വേണ്ടിയിട്ട്. പിന്നെ സെമൻ ഫ്രീസിങ് ഭയങ്കര എളുപ്പമാണ്, നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് തോ ചെയ്തെടുക്കാനും ഭയങ്കര എളുപ്പമാണ്, ഫ്രീസ് ചെയ്ത സാമ്പിള്. മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ സ്ത്രീകൾ ചെയ്യുന്നത് പോലെ ഇപ്പോൾ താല്പര്യമില്ല, അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു പാരന്റ് ആയാൽ മതി എന്ന് ഇൻട്രസ്റ്റ് ഉള്ള മെയിൽസിന് അങ്ങനെ ചെയ്തുകൂടാ? വെറുതെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നും അങ്ങനെയും ചെയ്യാം, പക്ഷെ അങ്ങനത്തെ ആൾക്കാർ കുറവാണ്. കാരണം അവർക്ക് എന്നും അവർ ഫെർട്ടൈൽ ആണെന്നാണല്ലോ ഒരു കൺസെപ്റ്റ്. അപ്പൊ ഈ എഗ്സിന് ഈ പറഞ്ഞതുപോലെ എഗ്സ് എടുത്തൊരു 49 ഇയേഴ്സ് വരെ അത് ഉപയോഗിക്കാന്ന് പറഞ്ഞ പോലെ സെമന് അങ്ങനെ ഒരു 55 ഇയേഴ്സ് അല്ലേ? ഫീമെയിൽ 50, മെയിൽ 55 കഴിഞ്ഞാലും നമുക്ക് IVF ചെയ്യാൻ പറ്റില്ല. ഓ, അത് ഇന്ത്യൻ ലോ അങ്ങനെയാണ്. ഓ, അപ്പോൾ ആ ഡോണറിന് ഒരു 55 ഇയേഴ്സ് ആവുന്നത് വരെ അത് ഉപയോഗിക്കാം അല്ലേ? ഓക്കെ. അതുപോലെ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ കരിയറിന് വേണ്ടിയിട്ടോ പഠിക്കാനൊക്കെ ആയിട്ട് വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ചില ആളുകൾ സ്പേം ഫ്രീസ് ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യാറുണ്ടോ? അതിന്റെ കാരണം എന്താണ്? അതായത് വൈഫ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആൾക്കാർ മെയിൽസ് യൂഷ്വലി ഫ്രീസ് ചെയ്യാറുള്ളൂ, അല്ലാതെ ഫ്രീസ് ചെയ്യാറില്ല. ബിക്കോസ് യൂഷ്വലി ഒരു മെയിലിൻ്റെ കൗണ്ട് അങ്ങനെ ഓവർ ടൈം കുറയാറില്ല. സോ അങ്ങനെ ഫ്രീസ് ചെയ്ത് പോകാറില്ല. ഫീമെയിൽസ് ചെയ്യാറുണ്ട്. ഫീമെയിൽസ് യൂഷ്വലി ഒരു 25-26 ഇയേഴ്സിൽ അബ്രോഡ് പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ എഗ് ഫ്രീസിങ് ചെയ്ത് വെച്ചിട്ട് അവർ പുറത്തു പോയി പഠിച്ച് അവർ എപ്പോഴാണോ ഇമോഷണലി, ഫിസിക്കലി, ഫിനാൻഷ്യലി ഒക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ അവർ വന്ന ആ എഗ് എടുത്ത് എംബ്രിയോ ആക്കി നമ്മൾ IVF ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ ഇവിടെ അങ്ങനെ ചെയ്യാറുണ്ട്, ഇവിടെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അവർക്ക് ഇന്ത്യയിൽ ചെയ്യുന്നതായിരിക്കും മിക്കവർക്കും കംഫർട്ടബിൾ, കാരണം പുറത്ത് ചെയ്യാൻ നമ്മളതിനേക്കാളും ഇത്ര ഈസി അല്ല. നമ്മളെ അവിടുന്ന് സെലക്ട് ചെയ്ത് ഇൻഫെർട്ടിലിറ്റി അങ്ങനെ പോകാനായിട്ട് കുറച്ച് പാടാണ് ഒരു കപ്പിളിന്. അപ്പം അതുകൊണ്ട് യൂഷ്വലി കപ്പിൾസ് എല്ലാവരും ഇവിടെ വന്നിട്ടായിരിക്കും ഇൻഫെർട്ടിലിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു ഫീമെയിലിന് പുറത്ത് പോകുന്നതിന് മുമ്പ് എഗ് ഫ്രീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണ് ചെയ്യേണ്ടത്? അത് കുറേ കൂടി സിംപ്ലറാണ്. അവർ പീരീഡിൻ്റെ 2nd ഡേ മുതലാണ്, അതായത് പീരീഡ് ആവുന്ന ദിവസം Day 1, 2nd ഡേ മുതലാണ് നമ്മൾ ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നത്. ഒരു 10 to 11 days ഇഞ്ചെക്ഷൻസ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഒരു 13th ഡേ ഈ ഇഞ്ചെക്ഷൻസ് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എഗ്സിനെ കളക്ട് ചെയ്യും. അത് അണ്ടർ ആനസ്തീസിയാണ്, അതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്. വൺസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഫ്രീസ് ചെയ്യും. അഡ്മിറ്റ് ഒന്നും ആവണ്ട, ഇല്ല, ഡേ കെയർ ആണ്. രാവിലെ വന്നാൽ ഒരു 4 hours കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം. ഇപ്പം ഇങ്ങനെ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെച്ചാലും ഈ ലേറ്റർ ഇവർ മാരീഡ് ആകുമ്പോൾ നമ്മൾ ഇവരോട് ആദ്യം ട്രൈ ചെയ്യാനാണ് പറയുന്നത്. നാച്ചുറലി ചിലപ്പോൾ ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല, അവർ നാച്ചുറലി ട്രൈ ചെയ്യുമ്പോൾ തന്നെ IVF-ലേക്ക് പോകേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ നാച്ചുറലി ട്രൈ ചെയ്യാൻ പറയുകയും ചെയ്യും. ചില ആൾക്കാർ വേണ്ട, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ IVF ആയിട്ട് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട്. ഓപ്ഷൻ ഉണ്ട്. മെയിൽസിൽ ഇൻഫെർട്ടിലിറ്റിക്ക്
അതായത് നമ്മൾ ഒരു പാരന്റ് ആവാൻ തീരുമാനിക്കുന്നതിന് മുന്നേ കാണിക്കുന്ന ലക്ഷണങ്ങളുണ്ടല്ലോ ഇൻഫെർട്ടിലാവാൻ ചാൻസ് ഉണ്ടെന്ന്, അതെന്തൊക്കെയാണ്? യൂഷ്വലി സിംറ്റംസ് ഇല്ല മെയിൽസിന്, ബട്ട് ഒരു ഹിസ്റ്ററി, അതായത് മുമ്പ് മംസ് അല്ലെങ്കിൽ ഈ മുണ്ടുനീർ വന്നാൽ അത് വളരെ സിവിയർ ആണെങ്കിൽ ഓർക്കൈറ്റിസ്, ടെസ്റ്റിക്കുലർ പെയിൻ ഉണ്ടാവാം, അവർക്കൊക്കെ നമ്മൾ സസ്പെക്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഈ ഒരു ഇഞ്ചുറി ഉണ്ടായവർക്ക്, അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക്, സർജറി ഉണ്ടായവർക്ക്, അവരൊക്കെയാണ് നമ്മൾ കൂടുതൽ സസ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ മംസ് വന്നു കഴിഞ്ഞാൽ, ഈ മുണ്ടുനീര് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്, അത് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഓൺലി വൺ വേ, അത് ബീജം പരിശോധിച്ച് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. കാരണം മംസ് വരുന്ന എല്ലാവർക്കും ഈ പ്രോബ്ലം വരണമെന്നില്ല. ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ആൾക്കാർക്ക് മാത്രമേ വരാറുള്ളൂ. സോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. പ്രോപ്പറായിട്ട് MMR വാക്സിൻ കുട്ടികൾ ഉണ്ട്, 9 months വാക്സിനേഷൻ ഉണ്ട്, അത് പ്രോപ്പറായിട്ട് എടുക്കുക. അതാണ് ഒരു പ്രിക്കോഷൻ അല്ലേ ഉള്ളത്. കാരണങ്ങളൊന്നുമില്ലാണ്ട് വരുന്ന ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഫെർദർ പ്രൊസീജിയർ എങ്ങനെയാണ്? ഓക്കെ, അതായത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി, അതായത് യൂട്രസ് നല്ലതാണ്, ഓവറീസ് നല്ലതാണ്, ഫെലോപ്പിയൻ ട്യൂബ്സ് നല്ലതാണ്, സെമൻഡ് കൗണ്ടും നല്ലതാണ്, ഇത് നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് ആണ്. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി മോർ ദാൻ 2 years, 2 വർഷം കഴിഞ്ഞിട്ടും ഒരു പ്രഗ്നൻസി ഉണ്ടായില്ലെങ്കിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഓപ്ഷൻ നമ്മൾ IUI എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഓപ്ഷൻ IVF-ലേക്കാണ് പോകുന്നത്. IUI ഒരു കമ്പാരിറ്റീവ്ലി സിമ്പിൾ പ്രൊസീജിയറാണ്. നമ്മൾ ടാബ്ലറ്റ്സ് കൊടുത്തിട്ട് 2-3 ഇഞ്ചെക്ഷൻസും കൊടുക്കും അണ്ടങ്ങൾ വളരാൻ വേണ്ടി. ആ ഓവുലേഷൻ്റെ ഡേറ്റിൽ ബന്ധപ്പെടാതെ ഹസ്ബൻഡിൻ്റെ സ്പേംസ് നമ്മളത് പ്രോസസ്സ് ചെയ്ത് അതിൽ ഡെഡ് സ്പേംസ് മാറ്റിയിട്ട് നല്ലത് നമ്മൾ യൂട്രസിൻ്റെ ഉള്ളിലിടും. ഇതാണ് IUI. മാക്സിമം ഒരു 3 to 6 cycles ചെയ്യാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ IVF ആണ്. പിന്നെ നെക്സ്റ്റ് ഓപ്ഷനാണ് അല്ലേ, ആദ്യം വേറെ ട്രീറ്റ്മെൻറ്റും കൂടെ ട്രൈ ചെയ്തിട്ടാണ് IVF-ലേക്ക്. നമുക്ക് either IUI or IVF-ലേക്ക് പോകാം. ചിലർ പറയുമ്പോൾ കുറച്ച് സിമ്പിൾ ആണ്, മനസ്സിലായി. IVF-ന്റെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാൻ അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ല. ഓക്കെ. ഇപ്പം ഈ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റിയുടെ സക്സസ് റേറ്റ്, അതിന് IVF ചെയ്യുമ്പോഴുള്ള സക്സസ് റേറ്റ് എന്തോരാണ്? സെയിം ഏജ് റിലേറ്റഡ് ആണ്. സോ സെയിം റേറ്റ് ആണ്. ഫൈനലി നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ, ഇപ്പോൾ ഒരു ഭയങ്കര സ്പെഷ്യൽ ഫീൽഡാണല്ലോ നിങ്ങളുടെ, ഭയങ്കര അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത് പോലെ അത് കാണാൻ ഒരിക്കലും നമ്മൾ ഒരു പ്രതീക്ഷയില്ലാത്ത ആളുകൾ വരുന്ന 2 ഡോക്ടേഴ്സാണ് നിങ്ങൾ. അപ്പം അവരുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഭയങ്കര കണ്ടന്റ് ഫീൽ കിട്ടുന്ന സിറ്റുവേഷൻസ് ഭയങ്കര കൂടുതലാണ്. സ്റ്റിൽ ഇഫ് ഐ ആസ്ക് യു ഫോർ എ സിംഗിൾ എക്സ്പീരിയൻസ്, ഒരു കേസ് നിങ്ങൾ ഡീൽ ചെയ്തത് ഭയങ്കര ഹാപ്പിനെസ്സിൽ ഡീൽ ചെയ്ത ഒരു കേസിനെ കുറിച്ച് ചോദിച്ചാൽ ഏതാ പറയാം? ഒരു കപ്പിൾ വന്നിരുന്നു, അവർക്ക് ഓൾറെഡി ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവർക്ക് നേരത്തെ 2 കുട്ടികളുണ്ടായിരുന്നു. ഒരെണ്ണം മരിച്ചുപോയി. ഒരു അൺഡയഗ്നോസ്ഡ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. അമ്മയ്ക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആ കണ്ടീഷൻ കാരണം കുഞ്ഞൊരു 6 or 7 years ആയപ്പോൾ പാസ്ഡ് പോയി. ആദ്യത്തെ കുട്ടി ഒരു സ്പെഷ്യൽ നീഡ്സ് കുട്ടിയായിരുന്നു. സോ നമ്മൾ IVF ചെയ്തു. അത് ആക്ച്വലി ട്വിൻസ് ആയിരുന്നു. ആൻഡ് ഈ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് അവരൊരു 6-7 മാസം കഴിഞ്ഞിട്ട് വന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു മൂത്താൾ എങ്ങനെയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു മൂത്താളിന് ഇത്രയും റെസ്പോൺസിബിലിറ്റീസായി. കാരണം ഈ കുട്ടികൾ വന്നുകൊണ്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് കാരണം കുറേയൊക്കെ ഇൻഡിപെൻഡൻ്റായി, തന്നെ മാറ്റങ്ങൾ വന്നു. എനിക്കത് ഭയങ്കര ടച്ച് ചെയ്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ഡോക്ടറിനോ? എനിക്കൊരു മൾട്ടിപ്പിൾ ഇങ്ങനെ പ്രഗ്നൻസി ഫെയിലിയർ ആയിട്ടൊരു പേഷ്യൻ്റ് ഒത്തിരി പ്രാവശ്യം ഒരു 7 times അബോർഷനായിട്ട് പേഷ്യൻ്റ് ഡിപ്രഷനിൽ വരെ ആ ഒരു സ്റ്റേജ് വരെ ആയിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഒരു IVF എന്നുള്ള രീതിയിൽ പോയി IVF തന്നെ ചെയ്ത് പ്രഗ്നൻസി ആയ ഒരു ആൻറ്റിനേറ്റൽ പീരീഡ് ഫുൾ അവർ ഭയങ്കര ടെൻഷനിലും സ്ട്രെസ്സിലും ആയിരുന്നു. ഡെലിവറി ചെയ്ത് ഹാപ്പിയായി. അവരിപ്പം അമ്മയും കുഞ്ഞും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് ഈ പോഡ്കാസ്റ്റ് കാണാൻ സാധ്യതയുള്ള ആളുകൾക്കുള്ള ഒരുവിധം സംശയങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പൊട്ട സംശയങ്ങൾക്ക് വരെ കൃത്യമായി ഉത്തരം തന്നതിന് താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് പേരുടെ മുഖത്ത് ചിരി ഉണ്ടാക്കാൻ സാധിക്കട്ടെ. താങ്ക് യു.